ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗ്രീമ ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും അറിയാം. കഥകൾ 2 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഗ്രീമ അതിൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്ത സംഭവം പുതിയ വെളിപ്പെടുത്തലുമായിട്ട് മാമ വന്നിരിക്കുകയാണ്. ഞെട്ടിക്കും. ആ വെളിപ്പെടുത്തൽ കേട്ട് നിങ്ങളും ഞെട്ടിപ്പോവും. കാരണം ഇത്രത്തോളം ദുഷ്ടനായിരുന്നോ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്. നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഉണ്ണിക്കണ്ണൻ്റെ പേര്, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പേര് ഇട്ടുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ എന്ന പേരിട്ടുകൊണ്ട് ഇത്രയും വലിയ പഠിപ്പൊക്കെ ഉള്ള ഒരു വ്യക്തി അല്ലേ, അന്ധവിശ്വാസത്തിന്റെ അടിമയാണെന്നാണ് പറയുന്നത്. ഗേ സൈറ്റുകളിൽ സജീവമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് വെളിപ്പെടുത്തൽ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോട്ടോ. ഓക്കെ, ഗ്രീമയുടെ അച്ഛൻ എന്ന് പറയുന്നത് 2 മാസം മുന്നേ മരിച്ചിട്ട് ഇവളോട് ഫോട്ടോ ഒക്കെ ഉണ്ട് ഗ്രീമയുടെ അച്ഛൻ്റെ. ഇത് മാമനാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പം മാമൻ പറയുന്നത് ഗ്രീമയുടെ അച്ഛൻ മരിച്ചത് ഈ സ്വന്തം മരുമകനെ പഴിചാരിക്കൊണ്ടാണ്. വിഷമിച്ചിട്ടാണ് എൻ്റെ മോളുടെ ഭാവി ഇങ്ങനെയായി പോയല്ലോ എന്ന് വിചാരിച്ചു. വളരെ സാധു മനുഷ്യരാണ് ഇവർ. കാരണം വേറൊരു കല്യാണത്തിലേക്ക് വഴിതെളിയിക്കാതെ ഇയാളെ തന്നെ, ഉണ്ണികൃഷ്ണനെ തന്നെ 6 വർഷത്തോളമായി സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത് ഈ പെൺകുട്ടിയെ. ശരിക്കും അപ്പം എത്ര പ്യുവർ ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമായിരിക്കും ശരിക്കും ആ പെൺകുട്ടിയുടെ. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അയാൾ ഇത്രയും ചെയ്തിട്ടും ഇത്രയും അവഗണിച്ചിട്ടും ഈ 6 വർഷത്തിനകത്ത് 25 ദിവസം മാത്രമേ ഇവർ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ആ ഒരുമിച്ച് നിന്ന 25 ഡേയ്സും ഇവർ തമ്മിൽ കട്ടയും കല്ലായിരുന്നു ജീവിതം. 2 റൂമുകളിലായിരുന്നു ബാക്കി എല്ലാ ദിവസവും. 25 ഡേയ്സാണ് ഒരു റൂമിൽ താമസിച്ചെങ്കിലും ആ ഒരു റൂമിൽ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ ഈ 6 വർഷത്തിലും അയാൾ തിരിച്ചു വരുമ്പോഴും അയാൾ എയർലൈനിലാണല്ലോ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ. അവിടെ തിരിച്ചു വരുമ്പോഴൊക്കെ 2 റൂമുകളിലാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഈ പെൺകുട്ടി ഗ്രീമ എന്ന പെൺകുട്ടി മെയിൽ അയക്കണം, ചേട്ടാ ഞാൻ വെള്ളം കൊണ്ടുവയ്ക്കട്ടെ, ചൂടുവെള്ളം കൊണ്ടുവയ്ക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, ഭക്ഷണം ഒരുമിച്ച് കഴിക്കാൻ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചിട്ട് വേണം അയാളിൽ നിന്ന് സമ്മതം കിട്ടാന്ന് പറയുന്നത്. തൊട്ടപ്പുറത്തെ റൂമിൽ ഈ പെൺകുട്ടിയും കിടക്കണം, ഇപ്പുറത്തെ റൂമിൽ ഇയാളും കിടക്കണം. ഇതേപോലെയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ എന്തൊരു അവസ്ഥയായിരിക്കും ആ പെൺകുട്ടി. ഇങ്ങനെയൊക്കെ ആ കുട്ടി അനുഭവിച്ചിട്ടും വീണ്ടും കാല് പിടിച്ച് കരയാണ് ചെയ്യുന്നത്. എന്നെ സ്വീകരിക്കുക, എന്നെ വെച്ചാൽ ഈ കുട്ടിക്ക് ഒന്നിനൊരു കുറവില്ല. നല്ലൊരു ഭംഗിയുള്ള ഒരു പെൺകുട്ടി, സ്വത്തുണ്ട്, മുതലുണ്ട്, പഠിപ്പുണ്ട്, എല്ലാം കൊണ്ടും പ്യുവറായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ശരിക്കും ഒരു ഡയമണ്ട് തന്നെയാണ്. അത്രയും പ്യുവറായിട്ടുള്ള ഈ പെൺകുട്ടിയെ ഈ ഇയാളായിട്ട് യാതൊരു മാച്ചുമില്ല. ബോഡി ഷെയ്മിങ് അല്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരാള് ഇയാൾക്ക് മാച്ചുള്ള പെൺകുട്ടിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ആ പെൺകുട്ടി ഇയാളെ കാല് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ആ കുട്ടിയുടെ നിവർത്തിക്കേട് കൊണ്ടല്ല, ആ കുട്ടിയുടെ സ്നേഹം കൊണ്ടാണ്. അതുപോലും ഈ ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കിയില്ല ഇത്രയും നാളും. ആ പെൺകുട്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നാ പറയണത്. ആ പെൺകുട്ടി ശരിക്കുള്ള സ്വർണ്ണാഭരണം, ഇത്രയും സ്വർണ്ണാഭരണങ്ങളുള്ള പെൺകുട്ടി ഒരു സ്വർണ്ണാഭരണം പോലും ഇടില്ല. ഒരു മോതിരവും ഒരു പദസരവും മാത്രം ഇടുന്ന പറയണം. ആ കുട്ടിയുടെ വളകളൊക്കെ മാമൻ കാണിക്കുന്നുണ്ട്. കുപ്പിവളകള്, കുറേ കുപ്പിവളകൾ ഇട്ട് കല്ലുമാല ഇട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിന്റെ അമ്മയും അങ്ങനെ തന്നെയാണെന്നാ പറയുന്നത് കേട്ടോ. ഒരു തരത്തിലുള്ള ആഡംബര ജീവിതം ഒന്നും ഇവർക്കില്ല. പിന്നെ വല്ലവരും വന്ന് സങ്കടം പറഞ്ഞാൽ കയ്യിലുള്ള മോതിരം വരെ ഊരിക്കൊടുക്കുന്ന ഫാമിലിയാണ് ഇവരെന്ന് പറഞ്ഞാൽ അത്രയും നല്ല സ്വഭാവമാണ്. ഈ കൊച്ച് കരഞ്ഞ് കാല് പിടിക്കാറുണ്ട് ഇയാളുടെ, ഈ ഉണ്ണികൃഷ്ണനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. അമ്മയാണെങ്കിൽ എൻ്റെ മോളെ ജീവിതം നശിപ്പിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് ഇവരെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നത്. ഡിജിറ്റലായിട്ടുള്ള തെളിവുകളുണ്ട്. കാല് പിടിച്ചിട്ടുണ്ട്, എൻ്റെ മോളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, എൻ്റെ മോളെ ഒന്ന് ബ്ലോക്ക് മാറ്റി, വിഷമിപ്പിക്കരുത്, അവൾ ബ്ലോക്ക് മാറ്റി അവളെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കാല് പിടിക്കാറ്. എന്താ അമ്മ ഇവരുടെ ജീവിതത്തിന്റെ ഇടയ്ക്ക് കയറി പോവല്ല. ഇവളെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോളെ ഒന്ന് വിളിക്കാമോ, എൻ്റെ മോളെ ഒന്ന് സമാധാനിപ്പിക്കാമോ, എൻ്റെ മോൾക്ക് ഒരു മെസ്സേജ് അയക്കാമോ, മോളെ സങ്കടം കണ്ടുകൊണ്ട് ഏതമ്മമാരും പറയല്ലോ, എൻ്റെ മോളെ ഒന്ന് സന്തോഷിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ അമ്മ ഇത്ര നാൾ ഇയാളെ പിന്നാലെ നടന്നിരുന്നത്. അല്ലാണ്ട് ഇവരുടെ ജീവിതത്തിന്റെ ഇടയിലേക്ക് ഈ അമ്മ കയറി വരില്ല. അതിന് ഈ ദുഷ്ടന്മാർ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ മോളെ എത്രയും കഷ്ടപ്പെടുത്തുമ്പോൾ അമ്മയല്ലേ പറയാനുണ്ടാവുക, അച്ഛൻ മരിച്ചുപോയ ഒരു കുട്ടിയാണ്. അപ്പൊ അമ്മ തന്നെയല്ലേ പറയാം, എൻ്റെ മോളെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യലേ, വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറയണത്. ഇത്രയും ഇയാൾക്ക് വേണ്ടി സ്വന്തം ജീവിതം വരെ ഇവര് രണ്ടുപേരും ഹോമിക്കാൻ തയ്യാറാണെങ്കിൽ എത്രത്തോളം അവരെ മനസ്സിൽ സ്നേഹിച്ചിട്ടുണ്ടാവും. ഇത്രയും സ്നേഹമുള്ള ഒരു പെൺകുട്ടിനെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ആര് കല്യാണം കഴിക്കുകയാണെങ്കിലും ഇതേപോലെ സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഉണ്ണികൃഷ്ണൻ ഇനിയും ജീവിതങ്ങളുണ്ടല്ലോ. അപ്പൊ ഇയാൾ ശരിക്കും പഠിച്ചോളൂ ഈ പെൺകുട്ടിയുടെ ശരിക്കും സ്നേഹം എങ്ങനെയുള്ളതായിരുന്നു പോലും. കാഴ്ചയിൽ പോലും ഒരു മാച്ചല്ലാന്ന് പലവരും പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ കുട്ടി അത് സൈബർ കുറ്റാക്കി എടുത്തുകൊണ്ട് ഈ കുട്ടി കേസ് കൊടുക്കാമെന്നാണ് പറയുന്നത്. അത്രയും പോലും ആ കുട്ടി സന്തോഷിക്കല്ല ചെയ്യുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഉണ്ണിയേട്ടനായിട്ട് ഞാൻ മാച്ചില്ലാന്ന് അവർ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് കുട്ടി സൈബർ കുറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാമെന്നാണ് പറയുന്നത്. പലരും ഇത് പറയാറുണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ.
രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ റൂമിലേക്ക് എടുക്കുന്നത്. ഈ കുട്ടി 4 മാസത്തോളം അവരെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഉണ്ണികൃഷ്ണന്റെ വീട്ടില്. അവരെ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഇത് എന്ന് പറയും. എന്നിട്ടാണ് അനിയൻ വന്നിരുന്ന് അങ്ങനെ ചേട്ടനെ ന്യായീകരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ന്യായീകരിക്കാതിരിക്കുക, മിണ്ടാതിരിക്കുക. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കരുത്, മിണ്ടാതിരിക്കുക, ഒന്നും നമ്മുടെ വായിന്ന് വരണ്ട എന്നുള്ള ലെവലിലിരിക്കുക. അല്ലാതെ ഈ മരിച്ചുപോയ കുട്ടീനെയും അമ്മേനെയും വെറുതെ കിടന്ന് കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അത് അനിയനോടാണ് ഞാൻ പറയുന്നത്. സ്വന്തം റൂമില് കയറാൻ പോലും ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്വന്തം റൂം തന്നെയല്ലേ, സ്വന്തം റൂമിൽ കയറാൻ പോലും അനുവാദമില്ലാതെ ഒരു കുട്ടി വേലക്കാരിയുടെ പോലെ ജീവിതം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ശരിക്കും ഉണ്ണികൃഷ്ണൻ ഇതൊക്കെ ചെയ്തിരുന്നത് എന്തിനാണെന്ന് അറിയാമോ? മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ട്, ഈ പെണ്ണിനെ മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ട് തന്നെ അവന്റെ സൈഡ് ക്ലിയർ ആക്കുക. ഓ, എന്റെ കയ്യിൽ തെറ്റില്ല എന്നാക്കിക്കൊണ്ട് ഇവളെ കൊണ്ട് തന്നെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യിക്കുക എന്തായിരുന്നു. അപ്പൊ പിന്നെ ബന്ധുക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും നല്ല ക്ലിയർ ഇമേജ് ആണ് കിട്ടുക അല്ലെ. അപ്പൊ എന്നാണ് ഡിവോഴ്സിന് കൊടുത്തിരിക്കുന്നത്, അവൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റാതെ എന്നുള്ള ലെവലിലാക്കി തീർക്കാൻ ഭയങ്കര ബുദ്ധിമാനാണ്. നല്ല പഠിപ്പിസ്റ്റാണല്ലോ. എല്ലാ പഠിപ്പിസ്റ്റുകളും നല്ല ബുദ്ധിമാന്മാരെന്നല്ല പറയുന്നത്. പക്ഷേ ഇവൻ ഒരു എന്താ പറയാ, കുറുക്കു വിദ്യയിൽ കൂടെ കാര്യം സാധിക്കുന്ന ഒരു ആളായിട്ട് എനിക്ക് തോന്നുന്നത്. സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഇവൻ എന്നിവിടെ ക്ലിയർ ആയി പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാ പറയുന്നത് കേട്ടോ. സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത വ്യക്തിനെ ഇപ്പൊ എന്തിനാണ് ഇവൻ കല്യാണം കഴിച്ചത്? ഇവൻ കണ്ണിങ്ങാണ്ട് ഗേ സൈറ്റുകളിൽ മുഴുവൻ ഇവനെ ആക്റ്റീവ്. ഭർത്താവിന്റെ ഈ ഒരു വൈകല്യം ഉണ്ടല്ലോ, ഇതുപോലും ഈ പെൺകുട്ടി ഒരാളടുത്ത് പോലും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ. ഇത്രയും എന്നെ സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ആളാണ്, ഗേ സൈറ്റിൽ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളാണ് എന്നൊന്നും ഈ പെൺകുട്ടി ഒരാളടുത്ത് കുറ്റം പറയുക പോലും ചെയ്തിട്ടില്ല. അത്രയും നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. അപ്പൊ ഇയാള് ഈ പെൺകുട്ടിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ആനന്ദം കണ്ടിരുന്ന ആളാണ്. ഗേ സൈറ്റില് ശരിക്കും ഇൻവോൾവ്ഡ് ആവുക, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ ദ്രോഹിക്കുക, അതിലൊക്കെ ആനന്ദം കണ്ടിരുന്നു. അപ്പത്തിന്റെ അമ്മ വന്ന് കാല് പിടിക്കുക, അതിലൊക്കെ ഒരു പ്രത്യേക സുഖം ഇയാൾക്ക് കിട്ടിയിരുന്നു എന്നാ പറയുന്നത്. പിന്നെ ഇയാൾ ടീച്ചറും കൂടി ആയിരുന്നു. അപ്പോ ഈ പെൺകുട്ടിക്ക് കൂടുതലും ഇഷ്ടമായി, ടീച്ചറാണല്ലോ എന്നുള്ള ലെവലിലാണ് ഈ പെൺകുട്ടിയുടെ അടുത്ത് വീട്ടുകാരുടെ നാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഇയാൾ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് വേറെ കല്യാണം കഴിക്കാം, പക്ഷെ വേറെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ, കുട്ടികളൊന്നും ഇല്ല, ചെറിയ പെൺകുട്ടിയാണ്, കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി തീരെ സമ്മതിക്കത്തില്ല. എനിക്ക് ഇവനെ തന്നെ വേണം, ഉണ്ണിയേട്ടനെ തന്നെ വേണം, ഉണ്ണികൃഷ്ണനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്രയും കാലം പിടിച്ചു നിന്നത്. ഇവരുടെ മാമയുടെ കയ്യിലൊക്കെ ഇഷ്ടപ്രകാരം തെളിവ്, ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇയാൾക്കെതിരെ. ശരിക്കും തെളിവ് അനുസരിച്ച് ഇയാളെ തന്നെ കുടുക്കുക തന്നെ വേണം മാക്സിമം. ഇയാളിപ്പോ പോലീസിലാണ്, റിമാൻഡിലാണ് ആള് ഇരിക്കുന്നത്. അത് കൂടുതൽ തെളിവുകൾ വെച്ച് ഇയാൾ ഒരിക്കലും പുറലോകം കാണാത്ത രീതിയിൽ തന്നെ ആക്കണം. അങ്ങനെ ഓരോ പെൺകുട്ടികളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ഇങ്ങനെ ഓരോരുത്തർ ജീവിക്കേണ്ട ആവശ്യകത നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഇല്ല. അത് ഇത്രയും നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി.